അണ്ണല്ലൂരിൽ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ചാലക്കുടി കൂർക്കമറ്റം സ്വദേശികളായ പടിഞ്ഞാക്കര വീട്ടിൽ നീൽ ഷാജു, അലൻ ഷാജു എന്നിവരാണ് മരിച്ചത്. മേത്തല എടമുക്കിൽ വീട്ടുവളപ്പിൽ കയറിയ തെരുവ് നായ 2 വയസ്സുകാരനെ മുഖത്ത് കടിച്ച് പരിക്കേൽപ്പിച്ചു. ചാലക്കുടിയിൽ വെള്ളിയാഴ്ച ഹരിതകർമ്മസേനാംഗം ഉൾപ്പെടെ 4 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. പാലപ്പിള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ കാട്ടാന ഇറങ്ങി ഭീതി പരത്തി. വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ എസ്റ്റേറ്റിന് സമീപം പുഴയിൽ കാൽപാദത്തിന് പരിക്കേറ്റ നിലയിൽ കാട്ടാന. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള അണ്ണല്ലൂരിൽ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ചാലക്കുടി കൂർക്കമറ്റം സ്വദേശികളായ പടിഞ്ഞാക്കര വീട്ടിൽ നീൽ ഷാജു, അലൻ ഷാജു എന്നിവരാണ് മരിച്ചത്. ഇരുവരും ബന്ധുക്കളാണ്. മാള അണ്ണല്ലൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് കുറ്റിക്കാട് സ്വദേശികളായ 2 യുവാക്കൾ മരിച്ചു. കുറ്റിക്കാട് കൂർക്കമറ്റം പടിഞ്ഞാറ് വീട്ടിൽ ഷാജുവിന്റെ മകൻ 19 വയസ്സുള്ള നീൽ ഷാജു, പടിഞ്ഞാക്കര വീട്ടിൽ ഷാജുവിന്റെ മകൻ 19 വയസ്സുള്ള അലൻ എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 11:30 അണ്ണല്ലൂരിനടുത്ത് വച്ചായിരുന്നു സംഭവം. രാത്രി 10 മണിയോടെ ഡ്രൈവിംഗിന് ഇറങ്ങിയതാണ് ഇരുവരും. ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചായിരുന്നു അപകടം. നീൽ ഷാജു ബാംഗ്ലൂരിലെ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. മീഡിയ ടൈം, മാള. മേത്തല എടമുക്കിൽ വീട്ടുവളപ്പിൽ കയറിയ തെരുവ് നായ 2 വയസ്സുകാരനെ മുഖത്ത് കടിച്ച് പരിക്കേൽപ്പിച്ചു. പിന്നീട് ഈ നായയെ ചത്ത നിലയിൽ കണ്ടെത്തി. എടമുക്ക് ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന മതിലകത്ത് വീട്ടിൽ സിയാദിന്റെ മകൻ ആലിമിനാണ് നായയുടെ കടിയേറ്റത്. മേത്തല എടമുക്കിൽ വീട്ടുവളപ്പിൽ കയറിയ തെരുവ് നായ 2 വയസ്സുകാരനെ മുഖത്ത് കടിച്ച് പരിക്കേൽപ്പിച്ചു. രാവിലെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു ആക്രമണം. പരിക്കേറ്റ കുട്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. മേത്തല ഭാഗത്ത് തെരുവുനായ ശല്യം ഏറി വരുന്നതിനിടയിലാണ് പ്രദേശത്ത് ഭീതി സൃഷ്ടിച്ച ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എടമുക്കിനു പുറമെ കുന്നംകുളം, ചിത്തിരവളവ്, പടന്ന, മേത്തല, സീതിവളവ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തെരുവു പട്ടികളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. മേത്തലയിൽ മുൻപും പലവട്ടം തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. റോഡിലൂടെയും മറ്റും കൂട്ടം കൂടി സഞ്ചരിക്കുകയും തമ്പടിക്കുകയും ചെയ്യുന്ന നായക്കൂട്ടങ്ങൾ പേടിപ്പെടുത്തുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി ചാലക്കുടിക്കാർ. വെള്ളിയാഴ്ച ഹരിതകർമ്മസേനാംഗം ഉൾപ്പെടെ 4 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ഇതോടെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നായ ആക്രമണത്തിന് ഇരയായവരുടെ എണ്ണം 20 തെരുവു നായയെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന ചിന്തയിലാണ് ചാലക്കുടിക്കാർ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നായ ആക്രമണത്തിന് ഇരയായവരുടെ എണ്ണം 20 ഉയർന്നു. ഹരിതകർമ്മസേനാംഗം പടിഞ്ഞാറെ ചാലക്കുടി മാട്ടാലക്കൽ വീട്ടിൽ 47 വയസ്സുള്ള സരസ്വതി, മേട്ടിപ്പാടം കോടശ്ശേരി വീട്ടിൽ 49 വയസ്സുള്ള അജി, മാള പുലിക്കര വീട്ടിൽ 54 വയസ്സുള്ള സജീവൻ, ഹൗസിംഗ് ബോർഡ് കോളനിയിൽ 13 വയസ്സുള്ള സെയിന്റ് മാത്യു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഹരിതകർമ്മസേന അംഗം സരസ്വതിക്ക് മാലിന്യം ശേഖരിക്കുന്നതിനിടെ സൗത്ത് ജംഗ്ഷനിലെ കാന്താരി ഹോട്ടലിന് സമീപത്ത് വെച്ചാണ് കടിയേറ്റത്. മറ്റ് 3 പേർക്കും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഒരു നായയിൽ നിന്ന് ആക്രമണം ഉണ്ടായത്. ഈ നായ ദിവസങ്ങൾക്ക് മുമ്പ് നിരവധി പേരെ കടിച്ചിട്ടുണ്ട്. കടിയേറ്റവർക്ക് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി. ഇന്നിപ്പോൾ 2 പേരെ പട്ടി കടിച്ച് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്ന് അവർ ഇഞ്ചക്ഷൻ ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. രാവിലെ അവർ ജോലിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു അജിത്ത് എന്ന് പറഞ്ഞ ചേട്ടന് അതൊരു പ്രസവിച്ച് കിടക്കുന്ന ഒരു പട്ടിയാണ്. നമ്മൾ 2-3 ദിവസം മുൻപ് നമ്മുടെ ക്യാച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പട്ടീനെ പിടിക്കാനായിട്ട്. അപ്പോൾ ഈ പട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ ട്രൈ ചെയ്തു. ഒരു 3-5 മണിക്കൂറോളം ഈ പട്ടീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തമ്പ് ചെയ്തതാണ്. അപ്പോൾ അത് പ്രസവിച്ച് കിടക്കുന്ന കാരണം കൊണ്ട് ആ ഓടയുടെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളും ഓടയുടെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പട്ടി ഓടയുടെ ഉള്ളിലേക്ക് ഓടിപ്പോയോ എന്നറിയില്ല. പിന്നെ 2 ദിവസത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ ആ പട്ടി വന്നിട്ട് ഇപ്പോൾ 2 പേരെ കടിച്ചിരിക്കുന്നത്. നമ്മൾ ക്യാച്ചേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. അവർ എത്രയും പെട്ടെന്ന് വരും. അതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കും. മീഡിയ ടൈം, ചാലക്കുടി. പാലപ്പിള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ കാട്ടാന ഇറങ്ങി ഭീതി പരത്തി. പാടിയിലെ വാഴകൃഷികളും സർവീസ് വയറുകളും നശിപ്പിച്ച ആനകൾ 2 മണിക്കൂറിലേറെയാണ് പ്രദേശത്ത് ഭീതി പരത്തിയത്. അതേസമയം വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ എസ്റ്റേറ്റിന് സമീപം പുഴയിൽ കാൽപാദത്തിന് പരിക്കേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തി. പാലപ്പിള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ കാട്ടാന ഇറങ്ങി.
പാടിയിലെ വാഴകൃഷിയും സർവീസ് വയറുകളും നശിപ്പിച്ച ആനകൾ 2 മണിക്കൂറിലേറെയാണ് പ്രദേശത്ത് ഭീതി പരത്തിയത്. വൈദ്യുതി ഇല്ലാതായതോടെ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ തോട്ടത്തിലൂടെ എത്തിയ ആനക്കൂട്ടം പാടിക്ക് മുൻപിലെ റോഡിൽ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് 2 പാടികളിലെയും വാഴകൾ നശിപ്പിച്ച ശേഷം പാടിയുടെ ഷീറ്റുകൾ മറിച്ചിടാൻ ശ്രമിച്ചു. വീട്ടുകാർ പാട്ടക്കുട്ടി ശബ്ദം വെച്ചതോടെയാണ് ആനകൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങിയത്. കാലപ്പഴക്കം ചെന്ന പാടികളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ മണിക്കൂറോളമാണ് ഭീതിയിൽ കഴിഞ്ഞത്. പിന്നീട് വനപാലകർ എത്തിയാണ് ആനകളെ കാട്ടിലേക്ക് ഓടിച്ചുവിട്ടത്. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി കഴിയുന്ന നാട്ടുകാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ എസ്റ്റേറ്റിന് സമീപം പുഴയിൽ കാൽപാദത്തിന് പരിക്കേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തി. കുറച്ചു ദിവസം മുൻപും കാലിനും പരിക്കേറ്റ നിലയിൽ ആനയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. പിന്നീട് കണ്ടിട്ടില്ല. കാൽപാദം മുറിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന നിലയിലാണ്. നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആന തീറ്റ എടുക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. മീഡിയ ടൈം, പുതുക്കാട്. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പ്രിയപ്പെട്ട അമ്മയുടെ മനം നിറച്ച് കലോത്സവ കാഴ്ചകൾ സമ്മാനിച്ച് മകൻ ചൂണ്ടൽ സ്വദേശി രാജഗോപാൽ. അമ്മയുടെ സന്തോഷവും ആഗ്രഹങ്ങളും നിറവേറ്റിയ മകനുമൊത്തുള്ള വീഡിയോ ഹൃദ്യമാണെന്നും ഈ കരുതൽ സമൂഹത്തിന് മാതൃകയാണെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചു. 16 വർഷം മുൻപേ പക്ഷാഘാതം വന്ന് കിടപ്പിലായ അമ്മയെ ഇതിനോടകം 700-ലധികം വിവിധയിടങ്ങളിൽ അമ്മയുടെ സന്തോഷത്തിനായി കൊണ്ടുപോയിട്ടുണ്ടെന്ന് മകൻ രാജഗോപാൽ പറഞ്ഞു. രാവിലെ കലോത്സവ വേദിയിലെത്തിയ അമ്മ സാവിത്രിയെ മോഹിനിയാട്ടവും ഓട്ടംതുള്ളലും തിരുവാതിരക്കളിയും കാണിച്ചു. ഭക്ഷണവും മരുന്നുമൊക്കെ നൽകിയാണ് രാജഗോപാലൻ അമ്മയെ ഹാപ്പിയാക്കി കൊണ്ടു നടന്നത്. എൻ്റെ അമ്മ കിടപ്പിലായിട്ട് ഒരു 16 വർഷമായി. സ്ട്രോക്ക് നടന്നതാണ്. അപ്പോൾ ഞാൻ അമ്മയെ യാത്രയിൽ കൂടെ നമ്മുടെ ഈ അസുഖങ്ങൾ മാറ്റിയെടുത്തിക്കാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ അമ്പലങ്ങളായിട്ടും മറ്റുള്ള സ്ഥലങ്ങളായിട്ടും ഞാൻ അമ്മയെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ ഒരു 10-700 സ്ഥലങ്ങളായി അമ്മയെ കാണിക്കുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മുടെ അസുഖങ്ങൾ മാറി. അമ്മയുടെ സന്തോഷമാണ് ഇപ്പം എൻ്റെ സന്തോഷം. അപ്പോൾ ഞാൻ കലോത്സവം തുടങ്ങി. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കുറച്ച് പരിപാടിയിൽ കാണിച്ചു കൊടുക്കുന്നൊരു മോഹം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ മോഹിനിയാട്ടം കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ തിരുവാതിരക്കളി, ഓട്ടംതുള്ളൽ. അപ്പോൾ 3 സ്റ്റേജ് ഞാൻ കവർ ചെയ്തു. ഇപ്പോൾ സമയം കാലത്ത് വന്നാണ്. ഇപ്പോൾ ഒരു ഏകദേശം 4 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും വീട്ടിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും അമ്മ ഇന്നത്തെ ദിവസം അമ്മ സന്തോഷമായിട്ടിരിക്കുന്നത്. അമ്മ ഹാപ്പി അല്ലേ? അമ്മ ഹാപ്പി അല്ലേ? അങ്ങനെ ഹാപ്പി ആയി പറയും. ഹാപ്പി ആയി. കലോത്സവ വേദിയിലെത്തിയ സാവിത്രി അമ്മ കുട്ടികളുമായി സംസാരിച്ചും വിശേഷങ്ങൾ ചോദിച്ചും ആഹ്ലാദം പങ്കിട്ടു. കരുതലിന് സന്ദേശം നൽകിക്കൊണ്ട് അമ്മയുടെ സന്തോഷവും ആഗ്രഹങ്ങളും നിറവേറ്റിയ മകനുമൊത്തുള്ള വീഡിയോ ഹൃദ്യമാണെന്നും ഈ കരുതൽ സമൂഹത്തിന് മാതൃകയാണെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചു. മീഡിയ ടൈം, തൃശൂർ. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ ലോകം ചുറ്റാൻ ആരംഭിച്ചിരിക്കുകയാണ് ഭിന്നശേഷിക്കാരായ ഒരു സംഘം. കൊടുങ്ങല്ലൂർ സ്വദേശിയായ സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയ സൂരജിന്റെ നേതൃത്വത്തിലാണ് വീൽ ചെയറിൽ 60 ദിവസത്തെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. യാത്രയുടെ ഫ്ളാഗ് ഓഫ് കയ്പമംഗലം MLA E.T. ടൈസൺ നിർവഹിച്ചു. ആക്സസിബിലിറ്റി അവയർനെസിന്റെ ഭാഗമായി ഇത്തവണ 12,000 കിലോമീറ്റർ ഇന്റർനാഷണൽ റൈഡാണ് നടത്തുന്നത്. കോയമ്പത്തൂർ, ചെന്നൈ, കൽക്കത്ത, സിലിഗുഡി, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ഭൂട്ടാൻ, സിക്കിം, നേപ്പാൾ, ഡൽഹി വഴി മടങ്ങി മുംബൈ വഴി തൃശൂരിൽ സമാപിക്കും. ഭിന്നശേഷിക്കാരായ 3 പേർ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത വാഹനത്തിൽ അവർ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയ സൂരജാണ് റൈഡിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം ഭാര്യ സൗമ്യയും മുച്ചക്ര സ്കൂട്ടറിൽ ഉണ്ട്. കൂടാതെ കാസർഗോഡ് സ്വദേശി രാകേഷ്, സഹോദരങ്ങളായ മനീഷ്, രഞ്ജിത്ത്, തിരുവനന്തപുരം സ്വദേശി രാകേഷ്, ഭാര്യ ലേഖ എന്നിവരും ടീമിലുണ്ട്. 2 മുച്ചക്ര സ്കൂട്ടറിലും 1 ഹാൻഡ് കൺട്രോൾ കാറിലുമാണ് യാത്ര. ലഡാക്കിലേക്കും കാർഗിലിലേക്കും ഹിമാചലിലേക്കുമൊക്കെ യാത്ര ചെയ്ത പരിചയവും ആത്മവിശ്വാസവും ഇവർക്കുണ്ട്. ഭിന്നശേഷി രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് 2024 ഡിസംബറിൽ കേരള സംസ്ഥാന റോൾ മോഡൽ അവാർഡ് നേടിയ സൂരജാണ് യാത്രയെ നയിക്കുന്നത്. എടവിലങ്ങ് പഞ്ചായത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച 60 ദിവസത്തെ യാത്രയുടെ ഫ്ളാഗ് ഓഫ് കയ്പമംഗലം MLA E.T. ടൈസൺ നിർവഹിച്ചു. ഭിന്നശേഷിക്കാർക്ക് മാതൃകയായ സൂരജിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് MLA പറഞ്ഞു. ഇന്റർനാഷണൽ അവയർനെസ് അവാർഡ് നേടിയ എടവിലങ്ങ് സ്വദേശി സൂരജ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തെ റോൾ മോഡൽ അവാർഡും നേടിയിരുന്നു. സൂരജ് ക്യാപ്റ്റനായി പോകുന്ന യാത്രയിൽ കാസർഗോഡ് സ്വദേശി രാകേഷ്, തിരുവനന്തപുരം സ്വദേശി രാകേഷ് എന്നിവരും ഉണ്ട്.
ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ അധ്യക്ഷത വഹിച്ചു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമക്കാവിൽ ഒന്നാം താലപ്പൊലി ഭക്തിസാന്ദ്രം. പുലർച്ചെ മുതൽ താലപ്പൊലിയുമായി ബന്ധപ്പെട്ട വിവിധ അനുഷ്ഠാനങ്ങൾ നടത്താൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. എഴുന്നള്ളിപ്പിന് കൊടുങ്ങല്ലൂർ അച്യുതൻകുട്ടി ഭഗവതിയുടെ കോലമേറ്റി. ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാർ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 1 മണിയോടെ താലപ്പൊലിയുടെ ഏറ്റവും ആകർഷകമായ എഴുന്നള്ളിപ്പ് തെക്കേനടയിലെ കുരുമ്പാമയുടെ നടയിൽ നിന്ന് 5 ആനകളോടെ ആരംഭിച്ചു. എഴുന്നള്ളിപ്പ് ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ 7 ആനകളെയും കിഴക്കേ നടയിൽ ആനപ്പന്തലിൽ നിന്ന് 9 ആനകളെയും നിരത്തിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. എഴുന്നള്ളിപ്പിന് കൊടുങ്ങല്ലൂർ അച്യുതൻകുട്ടി ഭഗവതിയുടെ കോലമേറ്റി. ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാർ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടൻ മാരാർ പാണ്ടിമേളത്തിന് മാറ്റുകൂട്ടി. തുടർന്ന് 1001 കതിനവെടി, ദീപാരാധന, കരിമരുന്ന് പ്രയോഗം, കൊട്ടിപ്പാടി സേവ, ഭരതനാട്യം എന്നിവ നടന്നു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള മെറ്റ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് നാഷണൽ സർവീസ് സ്കീം സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് TK രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. Through the activities, you have an opportunity to understand yourself. You have an opportunity to serve your other students, college, community. And thus, we are reformed ourselves. So the motto itself is very important. What is the motto of NSS? Not me, but you. Our society is nowadays became more parochial and limited. People are becoming more and more selfish. In such a juncture, this motto is very important. You work for others, others work for you. മെറ്റ്സ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ A. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ അംബിക ദേവിയമ്മ, NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ KN രമേശ്, ഷഫീൽ ലാൽ എന്നിവർ സംസാരിച്ചു. പൂവത്തുശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. വിജയപുരം രൂപത സഹായ മെത്രൻ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ബിനോയ് കോഴിപ്പാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ പാണാടൻ, ഇടവകാംഗം ഫാദർ തോമസ് വടക്കേടത്ത്, ഫാദർ മിഥുൻ സേവ്യർ വലിയതറ എന്നിവർ സന്നിഹിതരായിരുന്നു. ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ SHO സോണി മത്തായി ദീപാലങ്കാരം സ്വിച്ച് ഓൺ നിർവഹിച്ചു. 17 ശനിയാഴ്ച അമ്പ് പ്രദർശനം, 18 ഞായറാഴ്ച പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ എന്നിവ ആഘോഷിക്കും. പൈങ്ങോട് സർക്കാർ LP സ്കൂളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു വെളിത്തേരി ഉദ്ഘാടനം ചെയ്തു. ഏതായാലും നമുക്ക് ഈ സ്കൂളിന് CCTV ക്യാമറ നൽകാൻ വേണ്ടി പ്രയത്നിച്ചവരെയും അതേപോലെ തന്നെ അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ച IDBI ബാങ്ക് അംഗങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും ഇതുപോലെയുള്ള സ്പോൺസർഷിപ്പുകൾ വന്നാൽ തന്നെ നമുക്ക് സ്കൂളിലെ വലിയ വലിയ കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തിനും ഒരു കൂട്ടായ്മയാണ് നമുക്ക് ഫലം നൽകുന്നത്. എന്ത് കാര്യങ്ങളായാലും കൂട്ടായ്മ, അതാണ് പ്രത്യേകത. അതേപോലെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന പിഞ്ചുമക്കളുടെ കാര്യങ്ങൾ അത് പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഴയ കാലങ്ങളെക്കാൾ വ്യത്യസ്തമായി കുട്ടികൾക്ക് പഠിപ്പും അതേപോലെ തന്നെ ബുദ്ധിയും ബോധവും ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ അവർ തീരെ പിന്നോട്ടാണ്. വാർഡ് മെമ്പർ MS രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട IDBI ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ അരുൺകുമാർ മുഖ്യാതിഥിയായിരുന്നു. പ്രധാനാധ്യാപിക KA ഷീബ, ഡെയ്സൺ നമ്പടിയാൽ, PTA പ്രസിഡന്റ് നയന രാജൻ,
നന്ദകുമാർ, ഷിംന തുടങ്ങിയവർ സംസാരിച്ചു. ഇരിഞ്ഞാലക്കുട IDBI ബ്രാഞ്ച് CSR ഫണ്ടിൽ നിന്നും 75,000 രൂപ ചെലവഴിച്ചാണ് സ്കൂളിൽ ക്യാമറ സ്ഥാപിച്ചത്. KSEBയുടെ കരാർ തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളിയായ റിബൻ ഷെയ്ഖാണ് മരിച്ചത്. വടക്കൻ പറവൂർ പല്ലംതുരുത്ത് റോഡിലാണ് സംഭവം. വൈദ്യുതി ലൈനിന്റെ തകരാർ പരിഹരിക്കുന്നതിനിടയിൽ ഷോക്കേൽക്കുകയായിരുന്നു. 2019 മുതൽ വടക്കൻ പറവൂരിൽ ജോലി ചെയ്തു വരികയാണ് യുവാവ്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിൽ സ്കൂൾ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്ദ്രപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി കയ്പമംഗലം വഴിയമ്പലം കിഴക്ക് കുറ്റിക്കാട്ട് ക്ഷേത്രത്തിനടുത്ത് തട്ടാർകുഴി വീട്ടിൽ അമീർ അലിയാണ് മരിച്ചത്. തട്ടാർകുഴി വീട്ടിൽ സുബീറിന്റെ മകനാണ്. ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥി സ്കൂളിൽ എത്തിയിരുന്നില്ല. കാണാതായതിനെ തുടർന്ന് രക്ഷിതാക്കൾ കയ്പമംഗലം പോലീസിൽ അറിയിക്കാനായി സ്റ്റേഷനിൽ എത്തിയ സമയത്താണ് കുട്ടിയുടെ മരണവിവരം അറിയുന്നത്. കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിനടുത്താണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള അണ്ണല്ലൂരിൽ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ചാലക്കുടി കൂർക്കമറ്റം സ്വദേശികളായ പടിഞ്ഞാക്കര വീട്ടിൽ നീൽ ഷാജു, അലൻ ഷാജു എന്നിവരാണ് മരിച്ചത്. മേത്തല എടമുക്കിൽ വീട്ടുവളപ്പിൽ കയറിയ തെരുവ് നായ 2 വയസ്സുകാരനെ മുഖത്ത് കടിച്ച് പരിക്കേൽപ്പിച്ചു. ചാലക്കുടിയിൽ വെള്ളിയാഴ്ച ഹരിതകർമ്മ സേനാംഗം ഉൾപ്പെടെ 4 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. പാലപ്പിള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ കാട്ടാന ഇറങ്ങി ഭീതി പരത്തി. വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ എസ്റ്റേറ്റിന് സമീപം പുഴയിൽ കാൽപാദത്തിന് പരിക്കേറ്റ നിലയിൽ കാട്ടാന. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.